സുരേഷ്, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ നിലവിലെ ഒരു സ്ട്രെങ്ത് ഈ ചർച്ചയുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ മതി. സുരേഷിന് എങ്ങനെ തോന്നുന്നു ഈ കേസിൽ എവിടെയെങ്കിലും മീഡിയയിലൂടെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഒരു നേട്ടം ഉണ്ടാക്കുന്നതിലൊക്കെ CPM വിലയിരുത്തൽ എന്തുമാവട്ടെ ശബരിമല അടക്കം ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ പൊതുസമൂഹം ഇവിടെയുണ്ട്, അതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നെല്ലും പതിരും തിരിച്ചറിയുമ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ കേസിലെ സ്റ്റേക്ക് എവിടെയാണ്? ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ റെജി പറയുന്നത് അടക്കം വെച്ചുകൊണ്ട് സുരേഷ് എന്തു പറയും? അല്ല, അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ കോടതികളുടെ കേസുകൾ പരിഗണിക്കുമ്പോഴുണ്ടാകുന്ന പരാമർശങ്ങളും വിധി പ്രസ്താവങ്ങളും അത് ഒരിക്കലും ഏത് ഘട്ടത്തിലെങ്കിലും അതിന് വിട്ടാൽ തൊട്ടു മുകളിലുള്ള കോടതി അതിനകത്ത് ഇടപെടാറുണ്ട്. ഇടപെട്ട് ആ കോടതികളെ, കീഴ്ക്കോടതികളെ തിരുത്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. ഡൽഹിയിൽ ഉന്നാവോ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് BJPയുടെ MLA ആയിട്ടുള്ള ശ്രീ കുൽദീപ് സെങ്കാർ അദ്ദേഹത്തിൻ്റെ ശിക്ഷ റദ്ദ് ചെയ്തു. ഉടൻ തന്നെ അതിജീവിതയുടെ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ട് ആ കോടതിയുടെ വിധി പ്രസ്താവത്തെ റദ്ദ് ചെയ്യുന്ന ഒരു സമീപനം മുഗൾ കോടതി സ്വീകരിക്കുകയുണ്ടായി. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശ വിഷയം അല്ലെങ്കിൽ ഒരു സംഭാഷണ ശകലം അതെടുത്തിട്ട് ഇതാ സർക്കാരിനെതിരായി അല്ലെങ്കിൽ ഈ കേസിൽ മൊത്തം ബാധിക്കുന്ന നിലയിലേക്ക് വിധി പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നത്, ഞാൻ അത് വിശേഷിപ്പിക്കുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു വാക്കെൻ്റെ മുന്നിലുണ്ട്. ഞാൻ എന്തായാലും ആ വിശേഷണം ഈ ഫ്ലോറിൽ നടത്തുന്നില്ല. നമ്മളിങ്ങനെ ചിലത് കാണുമെന്ന് പറയുമല്ലോ, അതുപോലെയാണ്. അങ്ങനെ കാണാൻ ശ്രമിക്കരുത് കാര്യങ്ങളെ എന്നാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. കേസിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പലപ്പോഴും പല ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെട്ടൊരു കാര്യമാണ്. കൃത്യമായി കേസന്വേഷണ പുരോഗതി സീൽഡ് കവറിൽ കോടതിയെ അറിയിച്ചു കൊള്ളണം എന്നുള്ള നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ SITയെ അഭിനന്ദിക്കുകയും അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം SITയെ സ്ഥാനത്തും അസ്ഥാനത്തും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ കേസിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തെയോ തൊലിപ്പുറത്ത് പോലും നഖത്തിന് പോലും മുറിവേൽപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു കാര്യവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡി സുരേഷ് അത് പറയുമ്പോൾ ഈ കേസിൽ CPMുമായി ബന്ധം ആരോപിക്കുന്ന ആളുകൾ അത് ചെറുതല്ലാത്ത ആളുകൾ തന്നെയാണ്. എങ്ങനെയൊക്കെ CPM വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഒരാൾ മുൻ MLA ആണ്, CPMൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിൽക്കുന്നു. അവർ വ്യക്തിപരമായി കേസിൽ പ്രതികളാണ് എന്നതുകൂടി കാണണമല്ലോ. അത് CPMനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വരണമെങ്കിൽ CPM അതിനോടെടുക്കുന്ന നടപടികളിലൂടെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത്. കുറെ കൂടി ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടതായി അങ്ങനെ വന്നാൽ വരില്ലേ? അതിൽ അമാന്തം കാട്ടുമോ? അങ്ങനൊരു രാഷ്ട്രീയ വിമർശനം നിലവിൽ CPM നേരിടുന്നുണ്ടല്ലോ. ഇന്നലെ അടക്കം സംസ്ഥാന സെക്രട്ടറിയോട് ആ ചോദ്യവും മാധ്യമപ്രവർത്തകരിൽ നിന്ന് വന്നിരുന്നു. ശ്രീ സുരേഷ്, അല്ല, അവിടെയാണ് വളരെ കൃത്യമായി പക്ഷപാതിത്വം പുലർത്തുന്ന മാധ്യമങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പക്ഷപാതിത്വം മാത്രം കൈമുതലായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരും CPMനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് വേണ്ടി ഈ ഒരു പോർഷനാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജ് ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. ഈ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായി ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അഭ്യൂഹങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചാനൽ ചർച്ചകളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരേണ്ടത് എന്താണ്? ഇവർ ഇതിനകത്ത് ബോധപൂർവം പങ്കാളിയായിട്ടുണ്ടോ, അതോ ഇതിനകത്ത് അവരുടെ ക്ലറിക്കൽ ആയിട്ടുള്ള ലാബ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ തന്നെ ആദ്യഘട്ടത്തിലെ ഇവർക്ക് ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വിവരം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആ വരുന്ന വിവരത്തിൻ്റെ കാഠിന്യമനുസരിച്ച് അവരെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ CPMന് തീരുമാനം വൈകേണ്ടതായി വരില്ല. ആ തീരുമാനം ഒട്ടും ഏതെങ്കിലും തരത്തിൽ പാർഷ്യാലിറ്റി ഉള്ളതായിരിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തെറ്റിൽ അറിഞ്ഞോ അറിയാതെയോ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ പാർട്ടിയെ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആധികാരികമായി ഞാനല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM-നെയും അതിൻ്റെ സമുന്നതമായ നേതൃത്വത്തെയും ഒരൊറ്റ കാര്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അത് ഉണ്ടയില്ല വെടിയാണ്. അത് അധികം താമസിയാതെ ജനങ്ങളുടെ മുൻപിൽ സത്യസന്ധമായി തെളിയിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്.